പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഗൾഫ് വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മെയ് 29 വ്യാഴം. പ്രധാന വാർത്തകൾ. ഇന്റർനാഷണൽ നഴ്സസ് ഡേയോട് അനുബന്ധിച്ച് നൈറ്റിംഗേൾസ് ഓഫ് കുവൈത്ത് ആഘോഷം സംഘടിപ്പിച്ചു. നൈറ്റിംഗേൾസ് കാല 2025 എന്ന പേരിൽ അബ്ബാസിയ അസ്പെയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന ആഘോഷം നടിയും ഗായികയുമായ രമ്യ നമ്പീശൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം വെളിയന്നൂർ സ്വദേശിയായ യുവാവ് ഖത്തറിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. താമരക്കാട് സ്വദേശി അമൽജിത്ത് ഗോപാലൻ ആണ് മരിച്ചത്. ഫാൽ കമ്മ്യൂണിക്കേഷനിൽ എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയായിരുന്നു. പിതാവ് ഗോപാലൻ പുത്തൻപുരയ്ക്കൽ, മാതാവ് സുമതി വെട്ടുകാട്ടിൽ, ഭാര്യ അശ്വതി സഹദേവൻ. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. അടുത്ത മാസം 9 മുതൽ 2026 ജൂൺ 8 വരെ ഒമാൻ, സൗദി അറേബ്യ, കുവൈത്ത്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലെ പാസ്പോർട്ടുകൾ കൈവശമുള്ള പൗരന്മാർക്ക് വിസരഹിതമായി ചൈനയിൽ പ്രവേശിക്കാം. 30 ദിവസം വരെ താമസിക്കാനും അനുവാദമുണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. സാമ്പത്തിക സാംസ്കാരിക വിനിമയങ്ങൾ വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഗൾഫ് സഹകരണ കൗൺസിൽ അംഗരാജ്യങ്ങളിലെ പൗരന്മാർക്ക് ചൈന വിസരഹിത യാത്ര വാഗ്ദാനം ചെയ്യുന്നത്. ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ സുഗമമാക്കുന്നതിന്റെ ഭാഗമായാണ് വിസരഹിത നയം വിപുലീകരിക്കാൻ തീരുമാനിച്ചതെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. 2018 മുതൽ ചൈനയുമായി പൂർണ്ണ പരസ്പര ഇളവുകൾ UAE, ഖത്തർ രാജ്യങ്ങൾ നേടിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 1 വർഷത്തേക്കാണ് വിസരഹിത പ്രവേശനം അനുവദിക്കുക. ചൈനയുടെ വിസരഹിത നയം എല്ലാ ഗൾഫ് സഹകരണ കൗൺസിൽ അംഗരാജ്യങ്ങളും ഉൾക്കൊള്ളുമെന്നും ചൈനയിലേക്ക് യാത്ര നടത്താൻ GCC രാജ്യങ്ങളിൽ നിന്നുള്ള കൂടുതൽ സുഹൃത്തുക്കളെ തങ്ങൾ സ്വാഗതം ചെയ്യും. ചൈനയുടെ വിസരഹിത നയം എല്ലാ ഗൾഫ് സഹകരണ കൗൺസിൽ അംഗരാജ്യങ്ങളും ഉൾക്കൊള്ളുമെന്നും ചൈനയിലേക്ക് യാത്ര നടത്താൻ GCC രാജ്യങ്ങളിൽ നിന്നുള്ള കൂടുതൽ സുഹൃത്തുക്കളെ തങ്ങൾ സ്വാഗതം ചെയ്യുന്നതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോനിങ് പ്രസ്താവനയിൽ പറഞ്ഞു. കടുത്ത ചൂടും തിരക്കും കാരണം മക്കയിലും മദീനയിലും ജുമുഅ ഖുതുബയും നിസ്കാര സമയവും ചുരുക്കാൻ നിർദ്ദേശം. കടുത്ത ചൂടിൽ തീർത്ഥാടകരുടെ സാഹചര്യങ്ങൾ കണക്കിലെടുത്തും അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വെള്ളിയാഴ്ച ഖുതുബയുടെയും നമസ്കാരത്തിന്റെയും സമയം ചുരുക്കാൻ ഇരുഹറം മതകാര്യ വകുപ്പ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ സുദൈസാണ് നിർദ്ദേശം നൽകിയത്. രാജ്യത്ത് പ്രവാസികൾക്ക് അനുവദിക്കുന്ന കുടുംബ വിസ നിയമങ്ങൾ കർശനമാക്കി. അപേക്ഷകളിൽ നിരവധി ലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. വിസ ചട്ടങ്ങൾ ലംഘിച്ചതിന് കുവൈത്ത് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അടുത്തിടെ നിരവധി പ്രവാസികളെ വിളിച്ചുവരുത്തിയതായും അറബ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഇത്തരക്കാരോട് 1 മാസത്തിനകം വിസ ചട്ടങ്ങളിൽ പറയുന്ന നിബന്ധനകൾ പാലിക്കാനോ അല്ലെങ്കിൽ കുടുംബങ്ങളെ മാതൃരാജ്യങ്ങളിലേക്ക് മടക്കി അയക്കാനോ നിർദ്ദേശിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. 800 ദിനാർ ശമ്പളം ഉള്ളവർക്കാണ് രാജ്യത്ത് കുടുംബ വിസ അനുവദിക്കുക. ഇതുപ്രകാരം വിസ നേടി കുടുംബത്തെ എത്തിച്ച പലർക്കും വരുമാനത്തിൽ കുറവുള്ളതായി കണ്ടെത്തി. കുടുംബ വിസ ലഭിച്ച ശേഷം ജോലി മാറ്റങ്ങളും മറ്റും കാരണം ശമ്പളത്തിൽ കുറയുന്നവരുമുണ്ട്. ഹജ്ജ് സീസൺ തീർത്ഥാടകർക്ക് സ്ഥലങ്ങൾ അറിയാൻ സാധിക്കുന്നതിന് 6 ഇന്ററാക്റ്റീവ് മാപ്പുകൾ പുറത്തിറക്കി. റൂട്ടുകളും ദിശകളും അറിയാൻ സഹായിക്കുന്ന ഈ മാപ്പുകൾ ഹജ്ജ് ഗതാഗത സുരക്ഷാ സേനയാണ് പുറത്തിറക്കിയത്. മക്കയുടെയും പുണ്യസ്ഥലങ്ങളുടെയും ഭൂപടം, മസ്ജിദുൽ ഹറമിന്റെ പരിസര പ്രദേശങ്ങളുടെയും ഭൂപടം, മീനായുടെ ഭൂപടം, മുസ്ദലിഫയുടെ ഭൂപടം, അറഫാത്തിന്റെ ഭൂപടം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. വഴികൾ, ദിശകൾ, പോക്കുവരവുകൾ എന്നിവ നിർണ്ണയിക്കുന്നതിൽ ഈ ഭൂപടങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഹജ്ജ് ട്രാഫിക് സുരക്ഷാ സേന തീർത്ഥാടകരോട് ആഹ്വാനം ചെയ്തു. പുണ്യസ്ഥലങ്ങൾക്കിടയിൽ തീർത്ഥാടകരുടെ സഞ്ചാരം സുഗമമാക്കുന്നതിനും അവർക്ക് ഉയർന്ന നിലവാരത്തിലുള്ള സുഖസൗകര്യങ്ങൾ നൽകുന്നതിനുമുള്ള ഹജ്ജ് ഉംറ സുരക്ഷാ സേനയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണിത്. ഗൾഫ് മേഖലയിലെ ആദ്യത്തെ സമുദ്രനിരപ്പ് നിരീക്ഷണ കേന്ദ്രം കുവൈത്തിൽ ആരംഭിച്ചു.
സുസ്ഥിര തീരദേശ ആസൂത്രണം മെച്ചപ്പെടുത്താനും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾ വിലയിരുത്താനും സമുദ്രനിരപ്പ് ഉയരുന്നതിനെതിരായ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള ദേശീയ ശ്രമങ്ങളുടെ ഭാഗമായാണ് സംരംഭം. കുവൈത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയന്റിഫിക് റിസർച്ച് ആണ് സമുദ്രനിരപ്പ് നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതായി പ്രഖ്യാപിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.